രോഹിണിക്കുട്ടി അല്ലേ അത്? എന്താണമ്മേ? ആ ഇവിടെ വാ, ഇവിടെ വാ, ഇരിക്ക്. നീ കണ്ടുവോ? കണ്ടു. വെളുത്തിട്ടാ? എന്താ നല്ല തടിയുണ്ടോ? അമ്മമ്മയ്ക്ക് കാണണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നീ കൊണ്ടുവരണ്ട, ഞാൻ വെളുപ്പിക്കും. അത്രത്തോളം ആവട്ടെ. അമ്മമ്മയ്ക്ക് ഞാൻ അടിച്ചു തരാം. ഉറപ്പിച്ചു ഉറപ്പിച്ചു. ഇനി ദിവസം നോക്കേ വേണ്ടു. എന്നെയാണ് കുട്ടി കൊണ്ടുപോകാന്ന് കേട്ടിട്ട് ഇവിടെ ചിലർക്ക് അങ്ങാട് സഹിക്കണില്ല. ആർക്കാ കുഞ്ഞിക്കളിയമ്മേ? പണിയെടുക്കണ മൂന്നേരിയൊക്കെ തന്നെ, അല്ലാതെ ആർക്കാ? ഈമയിലേക്ക് എങ്ങാനും എന്നെയും കൂടെ കൊണ്ടുപോകാന്നാ അവറ്റയുടെ കുനിഷ്ട്. ഞാനിപ്പോ വരാ. വിവാഹനാളിൽ പൂവണിപ്പന്തൽ വിണ്ണോളമുയർത്തു ശില്പികളെ, ഉന്നത ശീർഷൻ എന്നാത്മനാഥൻ ഉയരേ പണിയൂ മണിപ്പന്തൽ. വിവാഹനാളിൽ പൂവണിപ്പന്തൽ വിണ്ണോളമുയർത്തു ശില്പികളെ. വധുവിനെ കൈകളിൽ കോരിയെടുത്ത് മണവറയിലേക്ക് കടക്കുക എന്നുള്ളതാണ് വെള്ളക്കാരുടെ ആചാരം. എനിക്ക് അല്പം വട്ടാണെന്നാണ് കൂട്ടുകാരുടെ അഭിപ്രായം. ഇനിയിപ്പോ അസാരം മുഴുത്ത ഭ്രാന്താണെന്ന് നാട്ടുകാർ പറയണ്ടാന്ന് കരുതി. പല സിറ്റുവേഷൻസും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് അല്പം നെർവസായി പോയി. ഇരിക്കൂ, ബി കംഫർട്ടബിൾ. മാരേജ് ഇസ് എ കോൺട്രാക്ട് with obligations, responsibilities and adjustments on both sides. I believe that. ഭർത്താവിന്റെ കാല് തൊട്ട് തലയിൽ വെച്ചതുകൊണ്ടോ എച്ചിൽ കഴിച്ചതുകൊണ്ടോ ഒന്നും ആയില്ല. റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ഫീലിംഗ്സ്. ഐ ബിലീവ് ദാറ്റ്. സ്റ്റഡി ക്ലാസ് ബോറാകുന്നുണ്ടോ? യു അണ്ടർസ്റ്റാൻഡ് മീ? സേ വെൻ ഐ ആം റോങ്. എന്നെ പറ്റി എന്തറിയാം? കുറച്ചൊക്കെ അറിയാം. പീപ്പിൾ സേ ഐ എം എ സിംപിൾട്ടൺ. ഐ ഡോണ്ട് നോ. ഞാൻ പലതിലും പണ്ഡിതനാണ്. പക്ഷേ എന്റെ സ്റ്റഡീസിന്റെ ഏരിയയിൽ സ്ത്രീകൾ പെടുന്നില്ല. ഞാനൊരു സെയിന്റ് ഒന്നുമല്ല. അത് സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. രോഹിണിയെ കോവിലകത്ത് താമസിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പഴയ കോവിലകങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അതൊരു പ്രത്യേക ലോകമാണ്. 10-15 വയസ്സാകുന്നതിന് മുമ്പ് ഞാൻ താമസം മാറ്റി. ചെറിയമ്മയുടെ ദയവുകൊണ്ട്
പണിക്കാരികളിൽ നിന്നും വാത്സ്യായന സൂത്രം പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം വിട്ടു. ഇളയച്ചന്റെ കൂടെ ആയപ്പോ കമ്പം പഠിത്തത്തിലായി, ക്ലാസ്, റാങ്ക്. ഉദ്യോഗത്തിലായപ്പോ പിന്നെ മീറ്റിംഗ്സ്, ഡിസ്കഷൻസ്. ചുരുക്കത്തിൽ അല്പം റൊമാൻസൊക്കെ വേണ്ട കാലത്ത് അത് മറന്നുപോയി. അതുകൊണ്ട് ജീവചരിത്രം അല്പം ഡള്ളാണ്. രോഹിണിക്ക് കമ്പം ലിറ്ററേച്ചറിലാണെന്ന് അറിയാം. വായിച്ചോളൂ, എഴുതിക്കോളൂ, പേടിക്കണ്ട, ഞാൻ വായിക്കില്ല. നോ എൻകറേജ്മെന്റ് ഓർ ഡിസ്കറേജ്മെന്റ് ഫ്രം മൈ സൈഡ്. എന്റെ തിയറീസും റിപ്പോർട്ട്സും കൊണ്ട് രോഹിണിയെ ഞാൻ ബോർ അടിക്കുകയില്ല. Agreed? The point is, I want a home. Go. Let us make one. എവിടെയോ ഒരു വീടുണ്ട്, അവിടെ ആരോ കാത്തിരിക്കുന്നു എന്ന ചിന്ത ഒരു വലിയ ആശ്വാസമാണ്. ഒരുപാട് സഞ്ചരിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന എന്നെപ്പോലുള്ളവർക്ക്. യു ഫോളോ മീ? ഐ എം വെരി സോറി. എവിടവും ഞാനൊരു ക്ലാസ് റൂം ആക്കി മാറ്റും. എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്. ഐ എം വെരി സോറി. നാരായണ നാരായണ ഇവിടെ വാ, ഇവിടെ വാ. അമ്മ ഞാൻ കുളിക്കാൻ പോവാ. ആയിക്കോട്ടെ, ഇനി വാ. വെളിച്ചത്തേക്ക് മാറി നിൽക്കും, മുത്തശ്ശി കാണട്ടെ. എന്നും കാണുന്നല്ലേ, ഇന്നിപ്പോ എന്താ അത്ര വിശേഷം? അതൊക്കെ എനിക്കറിയാം. തമ്പുരാൻ നല്ല വർത്താനൊക്കെ പറയുമോ? രണ്ടാളും കൂടിയാ പിന്നെ കളിയും ചിരി ഇംഗ്ലീഷിലാവൂല്ലേ? ഞാനിന്ന് പോയി കുളിക്കട്ടെ അമ്മൂമ്മേ. ചായം പലരൊക്കെ അവനവൻ തന്നെ കൊണ്ട കൊടുക്കണം. പണിക്കാരത്തികളല്ല കൊണ്ട കൊടുക്കേണ്ടത്. എഴുത്തും കണക്കും പഠിച്ചിട്ടുണ്ടെങ്കിലും നിനക്കറിയാത്തത് പലതും ഉണ്ട്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം അമ്മൂമ്മേ. ആ, കുളിച്ചേച്ചു വാ, കുളിച്ചേച്ചു വാ. നാരായണ 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 നാരായണ. എന്തായാലും വരുന്നില്ലേ? വരും, നമുക്ക് വേഗം പോകാം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്ലീസ് സിറ്റ് ഡൗൺ. ഇരിക്കൂ കുട്ടി. She is one of our big students. We are all very happy. She deserves everything. താങ്ക് യു സിസ്റ്റർ. രോഹിണിക്ക് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. ഇവിടെ തന്നെ അപ്പോയിന്റ് ചെയ്യാമെന്ന് പറഞ്ഞത് വലിയ റിലീഫായി, വലിയ ഉപകാരം. ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. എനിക്കിപ്പോ ഒരു റോയിങ് അസൈൻമെന്റ് ആണ്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കാം. ഇവിടെ തന്നെ തങ്ങാം ഒരു 4-5 വർഷം. നമസ്തേ. നമസ്തേ, ഇരിക്കൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ രാജ. Good morning. ഞാനിപ്പോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലാണ്. വി ഹാവ് ഹേർഡ് സോ മച്ച് അബൌട്ട് യു. വൈകുന്നേരം ഡോക്ടർ രാജ ഒന്ന് ഫ്രീ ആകണം. ഞങ്ങളുടെ കോളേജിൽ ഒന്ന് പ്രസംഗിക്കണം. മറ്റൊരവസരത്തിലാകാം. ഒരു വീട് സെറ്റപ്പ് ചെയ്യേണ്ട പ്രോബ്ലം ഉണ്ട്. എന്റെ കാര്യസ്ഥനും മറ്റുമൊക്കെ കാത്തിരിക്കുക. കുറച്ച് സമയം മതി. ഞങ്ങളുടെ ഒരു പ്രിവിലേജ്. മറ്റൊരവസരത്തിൽ തീർച്ചയായും വരാം. ഏതായാലും കുറെ നാൾ ഞാൻ ഈ കോളേജ് പരിസരത്തൊക്കെ കറങ്ങി നടക്കണമല്ലോ, അല്ലേ രോഹിണി? മതി. കുട്ടികളുടെ റീഡിംഗ് ടൈം തുടങ്ങുന്നതിന് മുൻപ് എനി ഡേ കൺവീനിയൻസ് യു. എന്ന് ജോയിൻ ചെയ്യുന്നു? ഉടനെ ചെയ്യാം. സേ നെക്സ്റ്റ് വീക്ക്.
അടുത്ത തിങ്കളാഴ്ച. It's all right. താങ്ക് യു സിസ്റ്റർ. ഞങ്ങൾ വരട്ടെ. Okay. ധാരാളം കാമ്പൗണ്ട്. സായിപ്പിന്റെ കമ്പനിയുടെ വകയായിരുന്നു 2 ഏക്കർ സ്ഥലം, ഗാർഡൻ. നമ്മുടെ ആളുകളായിരുന്നെങ്കിൽ വെട്ടിമുറിച്ച് 12 വീടുകൾ കയറ്റി നശിക്കും. വരും. ശങ്കര, സാധനങ്ങളൊക്കെ വന്നോ ശങ്കര? ഒരു ലോഡ് കൂടി വരാനുണ്ട്, ബാക്കിയൊക്കെ ആയി. ആ കൂളിമുറിയിൽ കുറച്ച് പണിയുണ്ട്, അതിന് നാളെ ആള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരൂ. സായിപ്പ് ഇതിലിട്ടിരുന്ന പേര് സൺഷൈൻ എന്നായിരുന്നു. നമുക്ക് വേണേ മാറ്റാം. കുറെ കൂടി കവിതയുള്ള പേര് വല്ല രോഹിണിക്ക് തോന്നുന്നുണ്ടോ? അല്പം സൂര്യപ്രകാശം. എന്താ? വരൂ. എന്ത് തോന്നുന്നു? ഫോൺ കിട്ടിയോ ശങ്കര? വെച്ചല്ലോ. ജോലിക്കാരെയൊക്കെ ശങ്കരൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശങ്കരൻ കൂടെ ഉള്ളപ്പോ ഒരു പ്രോബ്ലം ഇല്ല. കുട്ടിക്കാലം മുതൽക്കേ ശങ്കരൻ ഞങ്ങളുടെ കൂടെയാണ്. ചിലപ്പോ അരിവെപ്പുകാരൻ, ചിലപ്പോ കാര്യസ്ഥൻ, മറ്റു ചിലപ്പോ രക്ഷിതാവ്, അങ്ങനെ പല റോളിലും. ഊണ് കഴിക്കണില്ലാവോ? വരട്ടെ. ഇന്ന് കോൺഫറൻസ് ഉണ്ട്, 9 മണിക്ക് കഴിയുന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 10-12 മണിയാവും എന്നർത്ഥം. സേട്ടുമാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട, ദീപാവലിയുടെ പാർട്ടിയൊക്കെ കാണും. ഇത് കഴിഞ്ഞിറങ്ങിയാൽ വരാന്തയിൽ ഒരു 10 മിനിറ്റ്, കാറിനടുത്ത ആള് കാണും, അവിടെ ഒരു അരമണിക്കൂർ. ഇതൊക്കെ പറയുവാ. കുട്ടി ഊണ് കഴിച്ചോളൂ, വയറ് കായണ്ട. വരട്ടെ ശങ്കരൻ നായരെ. With night we vanish slow, pack clouds away and welcome day. With night we vanish slow, sweet air blows soft, mount like a love. With night we vanish slow. To give my love good morrow, wings from the wind to please her mind, notes from the rock I will borrow.
bird upon thy wing, nightingale sing, to give my love good morrow. Midnight, be banished sorrow. മൈ ഗോഡ്, സെൻട്രലിൽ നിന്നും വന്ന ടീം ശുദ്ധ ഇഡിയറ്റ്സ്. 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യം 5 മണിക്കൂർ പറഞ്ഞാലും മനസ്സിലാവില്ല. ഫ്രീ ആയിട്ട് അല്പം സമയം കിട്ടണ്ടേ ഒന്ന് ഫോൺ ചെയ്യാൻ? വെരി ടയർഡ്. മേല് കഴുകുന്നില്ലേ ഉണ്ണുന്നതിന് മുമ്പ്? ഞാൻ ഡിന്നർ കഴിച്ചു, അവർ വിടണ്ടേ? നേരത്തെ കിടക്കാം, രാവിലെ എണീറ്റ് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കണം. ഞാൻ ഉണ്ടിട്ട് വരാം. അപ്പൊ ഉണ്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ സമയത്തിന് ഊണ് കഴിക്കണം. എന്നെ കാത്തിരിക്കണ്ട. നേരത്തെ രക്ഷപ്പെടാൻ കഴിയുന്ന ദിവസം ഞാൻ എത്തിക്കോളാം. പോയി ഊണ് കഴിക്കൂ. ആ കൂട്ടാൻ കുറച്ചുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് അമ്മേ. സമയാസമയത്ത് കൃത്യമായി ആഹാരം കഴിച്ചില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എനിക്ക് അറിഞ്ഞൂടെ പ്രധാനപ്പെട്ട മീറ്റിംഗോ ഡിസ്കഷനോ കോൺഫറൻസോ ഉള്ള ദിവസം ഞാൻ വൈകുമെന്ന്? അതുകൊണ്ട് ആരും ഊണ് കഴിക്കാതെ കാത്തിരിക്കണം. അത് ജോലിക്കാർക്കും ബാധകമാണ്. ആരും വിശന്നിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പതിവ് അറിയാവുന്നത് കൊണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് നേരത്തിന് ഇത്തിരി എടുത്ത് കഴിക്കും. എന്റെ കാര്യം കൊണ്ട് സാരമില്ല. ഓ, അത് മറന്നുപോയി. ആ ബിൽഡിംഗ് കോൺട്രാക്ട് സേട്ടു ദീപാവലിയുടെ സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞ് ഒരു പുതിയ കാറിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തോണ്ട് വരും. ഇപ്പൊ കുടുംബസ്ഥനായതുകൊണ്ട് ചിലർ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓ, കാറിന്റെ കീ എന്റെ കയ്യിലാ. ഊണ് കഴിച്ചോളൂ. കിടന്നുറങ്ങിക്കോ. എനിക്ക് രാവിലെ എഴുന്നേൽക്കണം.
നാണമില്ലാതെ. അസത്ത്, നീ എവിടെയായിരുന്നു?